ഇത്രയ്ക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ധൈര്യമായിട്ട് വന്ന് രാത്രി വന്നിട്ട് നമുക്കൊന്ന് ആനേനെ ഓടിക്കാൻ പറ്റുമോ? ഇന്നാളെ ഞാൻ കോഴിക്കോട് ആയിരുന്നു വർക്ക്. അപ്പോൾ എന്നെ ഇവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും പോകണ്ട, പോയിക്കോട്ടെ എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ദിനേശനും ഷിജുവൊക്കെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ആന ഓടിച്ചു കഴിഞ്ഞാൽ ഓടില്ല. ഇത് ഒന്നും രണ്ടൊന്നും അല്ലല്ലോ, ഇത് ഒന്നിനല്ല, ഇത് 100-100 ഉണ്ട്. വടക്കനാടിൻ്റെ അവസ്ഥ ഇതല്ലേ? വടക്കനാടിൻ്റെ അവസ്ഥ ഇതാണ്. എങ്ങനെ ജീവിക്കുന്നുള്ളതാണ് ഇനിയിപ്പോൾ പേടിയാ. എങ്ങനെ ഒന്നും ചത്ത് കിട്ടിയാൽ മതി. പക്ഷേ നമ്മളെ മക്കളെ ഇത് വെച്ചിട്ട് നമുക്ക് അതിനും ധൈര്യം വരുന്നില്ല. മക്കളെ ഒന്ന് പഠിപ്പിച്ച് ഒരു ചെറിയൊരു എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപേക്ഷ അവര് പിന്നെ മേടിക്കും. അവര് പിന്നെ ഒരു തുച്ഛമായ പൈസ പോലും ഇപ്പൊ കൊടുക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടും. നമുക്ക് നമ്മളെ കൃഷി ചെയ്യുന്നു, ഇത് മാസം ശമ്പളം കിട്ടും സർക്കാരിൽ നിന്ന് വെച്ചാൽ. അവർക്ക് ഒരു മാസം ശമ്പളം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ സമരം ചെയ്യും. കൃഷിക്കാരന് എന്ത് ചെയ്യാനാ? ഇതിപ്പോ അവിടെ പുൽകൃഷി നെൽകൃഷി ചെയ്തിട്ട് പുല്ല് കൊണ്ട് അങ്ങനെ കൂട്ടി കിടക്കുക. കൃഷി ചെയ്ത് ആർക്കും ആവശ്യമില്ല. പുല്ല് വേണ്ട, നെല്ല് കൊടുത്ത് സർക്കാരിന് നെല്ല് കൊടുത്തിട്ട് അതിന് വരെ പൈസ ഇല്ല. പുല്ലെന്താ ആൾക്കാർക്ക് വേണ്ടത്? അത് പശുവിന്റെ കൃഷി കുറവാണ്, ഒഴിവാക്കാണ്. നെല്ല് വീട്ടിലെ വരുമ്പോഴായിരിക്കും, പറമ്പിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവൻ കളയുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ചെയ്യാന്നുള്ളത്, ചാകാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ജന്മം തന്നുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയും കഷ്ടപ്പെടണം, ആണെങ്കിലും ജീവിക്കുക, മക്കളെ നോക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെയൊക്കെ ഇത് ലക്ഷ്യം. പക്ഷേ അതിനൊന്നും കിട്ടുമെന്നും തോന്നുന്നില്ല. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ പണയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. പണയമ്പം എന്ന് പറയുന്നത് വടക്കനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ചുറ്റോട് ചുറ്റും ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വടക്കനാട് പണയമ്പം എന്നൊക്കെ പറയുന്നത്. ഒത്തിരി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. 6000-ലധികം കുടുംബങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ എത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, നൂൽപ്പുഴ പഞ്ചായത്തിൽ 1, 2, 3 വാർഡുകൾ മുഴുവൻ ഈ ഒരു പ്രദേശമാണ്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു ഏരിയയാണ്. പക്ഷേ വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. വന്യമൃഗശല്യം എന്നാണെന്നറിയണമെങ്കിൽ വടക്കനാട് ഭാഗത്തോട്ട് അല്ലെങ്കിൽ പണയമ്പം ഭാഗത്തോട്ട് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് മനുഷ്യൻ വന്യമൃഗങ്ങളോട് പോരടിച്ച് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ. ഏതായാലും ഞാനിപ്പോൾ പണയമ്പം ഭാഗത്താണുള്ളത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാ വിഷയങ്ങളിലും എല്ലാ എപ്പിസോഡുകളിലും കാണുന്ന പോലെ തന്നെ കർഷകരുടെ വന്യമൃഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ വന്യമൃഗങ്ങളുണ്ടാക്കിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. റോഡ് എന്ന് പറയുന്നത് വടക്കനാടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് നേരെ ഇങ്ങനെ പോകുന്നത് പുൽപ്പള്ളി 4-ാം മൈൽ അങ്ങനെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. പുൽപ്പള്ളിയല്ല, ബത്തേരി 4-ാം മൈൽ ഭാഗത്തേക്ക്. ഏതായാലും നമ്മൾ ഇപ്പോൾ ഓരോരുത്തരുടെ പറമ്പായിട്ട് കാണാനായിട്ട് പോവുകയാണ്. എന്താ 24 മണിക്കൂറും ഷോക്ക് ഉണ്ടാകും, സൂക്ഷിക്കുക, ബോർഡ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 24 മണിക്കൂറും ബോർഡ് ഷോക്ക് വെക്കണമെങ്കിൽ ഈ പ്രദേശത്തെ വന്യമൃഗശല്യം അല്ലെങ്കിൽ വന്യമൃഗ പ്രശ്നം എന്തായിരിക്കുമെന്ന് നമ്മൾ ഒന്ന് ഊഹിച്ചാൽ മതി. കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അങ്ങോട്ട് അത് തന്നെയാണ് നമ്മുടെ എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത്. കേട്ടോ, മുഴുവനായിട്ടും എല്ലായിടത്തും ഇതേപോലെ കറണ്ട് കമ്പി ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഒരു പയർ നട്ട് വെക്കാൻ പോലും കറണ്ട് കമ്പി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ. ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേയൊക്കെ വന്നപ്പോൾ ഇവിടെ മുഴുവൻ നല്ല വിളഞ്ഞു നിൽക്കുന്ന നെല്ലുകളായിരുന്നു. ഏതായാലും അന്ന് പലരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇതൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തായാലും ഞങ്ങൾ ജീവൻ പണയം വെച്ച് ഞങ്ങളിത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. കാരണം അവർക്ക് ജീവിതമാർഗ്ഗം ഇതേ ഉള്ളൂ. എന്തായാലും അവർ ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്ത് പോരാടി ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ചുറ്റോട് ചുറ്റും കറണ്ട് കമ്പിയും കൊടുത്ത്, അതുകൂടാണ്ട് പല സ്ഥലങ്ങളിലും കാവൽ കിടന്ന് നെല്ല് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് ഇവർക്ക് ഉറക്കമില്ല എന്നവർ പറഞ്ഞ് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന വന്ന് ഈ പ്രദേശത്ത് നശിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത്രയും ദിവസം നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആളുകൾ അതുപോലെ കാവൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നെല്ല് കൊയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാവലൊക്കെ അങ്ങ് ഇവരിച്ചിരി സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ആന പൂർവാധികം ശക്തിയോടുകൂടി ഇങ്ങോട്ട് കടന്നിരിക്കണം. എല്ലായിടത്തും ഇതുപോലെ കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക് ഫെൻസിങ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിൽ കറണ്ടും ഉണ്ടാകും കേട്ടോ, നമ്മൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ. ഏതായാലും നമ്മളിപ്പോൾ ആന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് കൃഷി നശിപ്പിച്ച പ്രദേശങ്ങളാണ് കാണാനായിട്ട് പോകുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫോറസ്റ്റാണ്. ഈ വടക്കനാടിൻ്റെ എല്ലാ പ്രദേശവും ഇതുണ്ടോ, ഇതെല്ലാം
തോട്ടം മേഖലകളാണ്, എല്ലാം കൃഷി ആളുകളുടെ സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ തികഞ്ഞ ജനവാസ മേഖലയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ആന വന്ന് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. നമ്മളിവിടെ എത്തിയ കേട്ടോ, ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരെണ്ണം പോലും ഇല്ല. ഇത് എന്താ ഇത് മൊത്തം കൊടുങ്കാറ്റ് അടിച്ച പോലെയാണ്. ആന ഒരാഴ്ച കൊണ്ട് എല്ലാം തീർത്തി. എൻ്റെ അതാ ജോർജേട്ടൻ്റെ കുറച്ചുണ്ടായിരുന്നു, എല്ലാം തീർത്ത്. ഞാൻ എങ്ങനെ ജീവിക്കുന്നു തന്നെ ഇപ്പോൾ പറയാൻ പറ്റാത്തത്. കൃഷിയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാലും പറ്റില്ല, ഇത് ചെയ്യാനും ഇത് കാവൽ കിടക്കാനും പറ്റില്ല. നമുക്ക് ഈ പണിക്ക് പോകാണ്ട് അതും പറ്റില്ല. ഞാനാണെങ്കിൽ പുറത്ത് ഇങ്ങനെ ഓരോ പണിക്കൊക്കെ പോകുന്ന, ഇപ്പം വീട്ടിൽ ഇവിടെ ആനേനെ നോക്കി കുരങ്ങിനെ നോക്കി നിൽക്കാനും കഴിയില്ല. ഒരു വല്ലാത്തൊരു വിഷമം തന്നെ. എൻ്റെ മാത്രമല്ല, ഇവിടെ ഉണ്ട്, സത്യേട്ടനുണ്ട്, ജോർജേട്ടനുണ്ട്, ഇവിടെ കുറേ ആൾക്കാരെ ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് തീർത്ത. ഇത് കൂടാതെ എന്താ വീട്ടിലുണ്ട്, വീട്ടിൽ മുറ്റത്ത് വന്നതും അവിടെ വാഴ കളഞ്ഞതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് അവസ്ഥ. എന്ത് ചെയ്യും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ. അത് എത്രത്തോളം ഇത്രയ്ക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ധൈര്യമായിട്ട് രാത്രി വന്നിട്ട് നമുക്കൊന്ന് ആനേനെ ഓടിക്കാൻ പറ്റുമോ? ഇന്നാളെ ഞാൻ കോഴിക്കോട് ആയിരുന്നു വർക്ക്. അപ്പോൾ എന്നെ ഇവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും പോകണ്ട, പോയിക്കോട്ടെ എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ദിനേശനും ഷിജുവൊക്കെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ആന ഓടിച്ചു കഴിഞ്ഞാൽ ഓടില്ല. ഇത് ഒന്നും രണ്ടൊന്നും അല്ലല്ലോ, ഇത് ഒന്നിനല്ല, ഇത് 10-100 ഉണ്ട്. എല്ലാ കണ്ടത്തിലും ഓരോ മൊത്തം കൂട്ടമായിട്ടല്ലേ? ഇത് ഒറ്റയാനയാണ്. ഇത് ഒരു ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ട് ഇത് തീർത്ത. അതായത് മുട്ടിക്കൊമ്പനാണ്. കൊമ്പനാന്നാ പറയുന്നത്. ഞാൻ ആനയെ കണ്ടില്ല, ഞാൻ വീട്ടിലത്തെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പുറത്ത് ഞങ്ങൾ ഇതിന് മുന്നേ എടുത്തത് മുട്ടിക്കൊമ്പനെ. മുട്ടിക്കൊമ്പൻ തന്നെ ആയിരിക്കും. ആണോ? ഏതാ ആനയൊന്നും ഇത് ഞാൻ കണ്ടില്ല. ഞാൻ വീട്ടിൽ ഞാൻ കണ്ടു. ഞാനും മോളും കൂടെ പോയി ലൈറ്റ് അടിക്കുമ്പോഴേ പിന്നെ അത് പോയി. അത് വീട്ടിലും കാണിച്ചു തരാം. അവിടെ കളഞ്ഞത് വാഴയും ഭീകരാവസ്ഥ കേട്ടോ. വീട്ടിലെ മുറ്റത്ത് വന്നിട്ട് ഒന്നുമില്ല കേട്ടോ. ഇതാക്കിയേ എന്താണ് ഇവിടെ കാണിച്ചിട്ടേക്കുന്ന ഒരു പ്രദേശം കാലിയാക്കി മൊത്തം അതുപോലെ അതേപോലെ കവുങ്ങുള്ള അതിന് ഷോക്ക് ഉണ്ട്. അവർക്ക് പൈസ ഉണ്ട്, അത് പറഞ്ഞ ഷോക്ക് വെച്ച് അതെ അവരായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കാര്യങ്ങൾ. അതൊക്കെ ഒരു മനുഷ്യനെ വേണ്ട ഒന്നും. ഇതിനപ്പുറത്തേക്കല്ല ഫോറസ്റ്റ് വരുന്നത്. ഇത് അങ്ങോട്ട് ഫോറസ്റ്റ്, അത് ഫോറസ്റ്റാ. അല്ല ഇത്രയും അല്ല ഈ കവുങ്ങ് ഇത്രയും വലിപ്പം. ഇത് എത്ര വർഷം പഴക്കമുള്ള? ഇതിപ്പോ ഒരു 25-26 വർഷം തന്നെങ്കിലും ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. കായ്ക്കുന്നതാണ്, നല്ല കായ്. ട്രെഞ്ച് ഉണ്ടല്ലോ. ട്രെഞ്ച് ഉണ്ടായിട്ട് കാര്യമല്ല, ഇതല്ല, ഇതിന്റെ മുകളിലാണ് ട്രെഞ്ച്. മുകളിലുണ്ട്. ഇതൊരു ചെറിയ തോടാണ്. മറ്റേ ഇതുണ്ടോ ഫെൻസിങ് ഉണ്ടോ? ഫോറസ്റ്റിന്റെ ഫെൻസിങ് ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇതില്ല, കിട്ടുന്നില്ല. മരം മറിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇറങ്ങി വരും. ധൈര്യമായിട്ട് വരാൻ പറ്റില്ല. ആന വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ധൈര്യമായിട്ട് നമുക്ക് ടോർച്ച് അടിച്ചാലൊന്നും നമ്മുടെ ഓടിക്കുക ചെയ്യുക. ഒരു പേടിയാണ് ഇപ്പം വന്ന് നോക്കാൻ. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ഓടിക്കുമായിരുന്നു. ഒച്ചപ്പാട്ടും ബഹളമൊക്കെ വെക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വരും. ഇപ്പൊ നശിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്താ ചെയ്യുന്നത്? ഇതൊന്നും ഇനിയുണ്ട്, അവിടെ ഉണ്ട്, വേറെ പറമ്പുണ്ട്, കാണിച്ചുതരാം. അത് മൊത്തം അതെ, ഒരു സാധനം ബാക്കിയില്ല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അവിടെ ചവിട്ടിയത് ഇപ്പൊ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും കണ്ടറിയാം. വാഴയും ഇത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്നല്ലേ? അതുവരെ അടുത്ത് കഴിഞ്ഞാ പിന്നെ മേടിക്കും. പിന്നെ ഒരു തുച്ഛമായ പൈസ പോലും ഇപ്പൊ കൊടുക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടും. നമുക്ക് നമ്മളീ കൃഷി ചെയ്യുന്നു, ഇത് മാസം ശമ്പളം കിട്ടും സർക്കാരിൽ നിന്ന് വെച്ചാൽ. അവർക്ക് ഒരു മാസം ശമ്പളം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ സമരം ചെയ്യും. കൃഷിക്കാരൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ അവിടെ പുൽകൃഷി നെൽകൃഷി ചെയ്തിട്ട് പുല്ല് കൊണ്ട് അങ്ങനെ കൂട്ടി കിടക്കുക.
ഇപ്പൊ കൃഷി ഇത് ആർക്കും ആവശ്യമില്ല. പുല്ല് വേണ്ട, പുല്ല് വേണ്ട. നെല്ല് കൊടുത്ത് സർക്കാരിന് നെല്ല് കൊടുത്തിട്ട് അതിന് വരെ പൈസ ഇല്ല. പുല്ലെന്താ ആൾക്കാർക്ക് വേണ്ടത്? അത് പശുവിന്റെ കൃഷി കുറവാണ്, ഒഴിവാക്കാണ്. നെല്ല് സർക്കാരിന് കൊടുത്ത് ഈ എത്ര ഒരു മാസത്തിന് മേലെയായി കൊടുത്താ. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിന്റെ ഒരു പൈസയില്ല. ഇത് ഈ കുരങ്ങിനെയും മാനേനെയും ഇതെല്ലാം കാത്ത് കിട്ടിയതാണ് കൊടുക്കുന്നത്. അത് വീട്ടിൽ ചിലപ്പോൾ കുറച്ച് ചിലവിന് ബാക്കി ചിലവിന് വേണമല്ലോ, പൈസ ചിലവുണ്ടല്ലോ, അതിന് വേണ്ടി കൊടുക്കുമ്പോൾ അതിന് പോലും സർക്കാർ ഒരു ഇതുമില്ല. കൊയ്ത്തുകാരനെ കൊടുക്കണം, പാട്ടക്കാരനെ കൊടുക്കണം, എല്ലാം ചെയ്യണ്ടേ, എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഇതാണുള്ള അവസ്ഥയാണ് ഈ വടക്കനാടിന്റെ അവസ്ഥ. ഇതെല്ലാം കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ചെയ്യുന്നത്. ചെറിയ പൈസക്കാണ് പുല്ലെല്ലാവരും ഒഴിവാക്കാണ്. അതിന് വരെ ആളില്ല. ഇപ്പൊ കൂട്ടി കിടക്കുകയല്ലേ പുല്ലൊക്കെ. എന്റേതാ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കൃഷിയും ഉണ്ടാവില്ല, ഇനി നെൽകൃഷിയൊന്നും ഉണ്ടാവില്ല. നെല്ലിലൊക്കെ ഇറങ്ങിയ കുരങ്ങും ഈ മാനും പന്നിയും കുരങ്ങും എല്ലാം ശല്യമാണ്. അത് രാത്രി എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാടം വെച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി പടക്കം പൊട്ടിച്ചു, അങ്ങനെയൊക്കെ കൂടി അങ്ങനെ കുറച്ച് ഒരു വിധത്തിൽ രക്ഷിച്ചു, കുറച്ച് കിട്ടും. അത് തന്നെ ഞങ്ങളൊക്കെ ഒരു കർഷകനായി പോയെല്ലാം കൊണ്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കില്ല. ഞാനിപ്പോ നിർത്തി. ഇപ്പൊ ഇനിയിപ്പോ വല്ല കൂലിപ്പണിക്കും പോവുക നല്ല രക്ഷയില്ല. ഇപ്പൊ അത് തന്നെ പരിപാടി. അല്ലാതെ ഈ കൃഷി കൊണ്ടൊന്നും നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോലും ഒന്ന് കടന്നുറങ്ങാൻ കഴിയില്ല ധൈര്യമായിട്ട്. വീട്ടിൽ ഞാൻ കാണിച്ചുതരാം. വീട്ടില് നിങ്ങൾ വരെ വീട്ടിൽ ആന വന്നതും ഇതാക്കിയതും ഞാൻ കാണിച്ചുതരാം. ഇയാളെ ആന ഓടിക്കല്ല, ഇയാളെ ആന കുത്തിയതാ. കുത്തിയിട്ടില്ല. പിന്നെ ആന കുത്തിയിട്ടുണ്ട് കാലില്. അത് കുറെ കാലായി. 30 വർഷമായി പിന്നെ ഒരു 10 വർഷം മുന്നേ ഓടിച്ചിട്ട് എന്നെ ഓടിച്ചാ, എന്നെ 1-2 പ്രാവശ്യം ഓടിച്ചാ. പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുക. മക്കളുടെ ഭാഗ്യത്തിനാണോ നമ്മുടെ ഇനിയിപ്പോ ആയുസ് തീരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോ എന്ന് ഈ കടുവേന്റെ മുന്നിലോ അല്ലെങ്കിൽ ആനേന്റെ മുന്നിലേക്കോ ആയിരിക്കും ഇവിടെ ഞങ്ങളുടെയൊക്കെ ജീവിതം കഴിയാന്ന് എന്ന് തോന്നുന്നത്. അല്ലാതെ വേറെ ഇതൊന്നും വരില്ല. ഇനി മിക്കവാറും കടുവ അല്ലെങ്കിൽ ആന. അതുകൊണ്ടല്ലോ കടുവയുണ്ട്, പിന്നെ മാൻശല്യം, എല്ലാ സാധനവും ഉണ്ട്. മയില് നേരം വെളുപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വരും 10-12 ഇങ്ങനെ നിരന്ന് തിന്നുന്നത്. അതും വന്ന് നെല്ലിനും ഇതിനൊക്കെ ഓടിച്ച് നമ്മളെ ഈ കൃഷിയും കാര്യങ്ങളും ഈ പണി എല്ലാം ഒഴിവാക്കിയിട്ട് വേണം ഇത് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. പറമ്പിൽ കംപ്ലീറ്റ് വെട്ടി ഒഴിവാക്കുക. കാരണം വെട്ടി ഒഴിവാക്കിയില്ലെങ്കിൽ ആന ഇപ്പം തൊട്ടടുത്ത് നിങ്ങൾ പോയപ്പോ കണ്ടിട്ടുണ്ടാവും. തൊട്ടടുത്ത് ആന വീടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മറച്ചത് വീട്ടിലേക്ക് വീണില്ല. എന്തോ ഭാഗ്യം കൊണ്ട് അയാളെ പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. എന്റെയും കാണിച്ചാലേ ഞാൻ കുത്തിയതും. എന്താ പറയാ കണ്ടില്ലേ കവുങ്ങും ഒക്കെ മറിച്ചെടുത്തേക്കണേ. എത്ര കൊല്ലം പറമ്പിലും അതെ ഇതുപോലെ തന്നെ. പന്നി എല്ലാം ആന ദിവസം വരണം. ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റണ്ട ഇവിടെ. ഇതാ ഞങ്ങളിവിടെ ഇത് ചെയ്യുന്നത്. വൈകുന്നേരം രാത്രി വന്നിട്ട് കാവലിവിടെ മാടം വെച്ചിട്ട് ഇത് ചാരം കത്തിക്കുന്നത്. അത് വിറക് വരെ കിട്ടാനില്ല. എന്നിട്ട് എവിടെ നിന്നെങ്കിലൊക്കെ കൊണ്ടുവന്ന് വിറകൊക്കെ കത്തിച്ച് ഇങ്ങനെ ചാരം കൂട്ടി ഇവിടെ കാവല് അങ്ങനെ ചെയ്യും. എന്നിട്ടാണ് കുറച്ച് നെല്ല് കിട്ടുന്നത്, ഇച്ചിരി കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോ നെല്ല് കൃഷി ചെയ്ത് ഇച്ചിരി കാവൽ ഇച്ചിരി അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആന ഇറങ്ങി. പിന്നെ നെല്ല് അങ്ങ് പോയപ്പം ആന അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. അതാണ് കൂടുതൽ ഇപ്പൊ വന്നത്. പോകാതിരിക്കാൻ പറ്റുമോ? ഇത് മാത്രം കൃഷി മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. വളരെ ഭീകരമായ ഒരു കാഴ്ച തന്നെയാട്ടത്. ഇതൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണേണ്ടി വരും. കാരണം അതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്. ആന ഇവിടെ നിന്ന് വിളയാടി പോയിരിക്കുകയാണ്. ഇതുപോലെയൊക്കെ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചോണ്ട് ഇന്നൊരു 10 വർഷം കൊണ്ടൊക്കെ എല്ലാവരും കൃഷി അവസാനിപ്പിക്കുന്നത്. ഈ പോക്കാണെങ്കിൽ 10 വർഷം വേണ്ട, അടുത്ത 2 വർഷത്തിനുള്ളിൽ മൊത്തം തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ ആട്ടോ നശിപ്പിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഇതുപോലത്തെ രംഗങ്ങൾ, പുതിയ പുതിയ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. കാര്യം പറഞ്ഞാൽ ശരിയാണ്, ഫോറസ്റ്റിൻ്റെ അടുത്താണ്. പക്ഷേ ഇവിടെയൊക്കെ ട്രെഞ്ചും ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. നമ്മളിപ്പോൾ കണ്ട ആ ഒരു കവുങ്ങുന്തോട്ടം നശിപ്പിച്ചിട്ടിരിക്കുന്ന അവിടെയാണ്. അവിടെ നിന്ന് നേരെ ഈ വയൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു. ഇവിടെ കണ്ടത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒന്നിനൊന്നിന് ഭീകരമായിട്ടുള്ള രംഗങ്ങളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഈ പ്രദേശത്തെ ഈ കാണുന്ന കംപ്ലീറ്റ് വാഴയും ആന കളഞ്ഞാണ്. ഇതാ ഇത് മൊത്തം കളഞ്ഞാലേ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് വിശ്വനാഥൻ. ഇവിടെ ഇത് പിന്നെ പ്രഭാകരൻ കതങ്ങത്ത്, അയാളെ സ്ഥലമാണ് ഇത്. അയാൾ നല്ലൊരു കൃഷിക്കാരനാണ്. അവർക്ക് സ്ഥലമുണ്ട്, നല്ലപോലെ കൃഷി ചെയ്യുന്നത്. ഇതിപ്പം എല്ലാ പണിയും കഴിഞ്ഞ് കൊലക്കാനായ വാഴയാണ്. ആന സ്ഥിരം വന്നിട്ട് ഇപ്പം അയാൾ വാഴ മൊത്തം ഉപേക്ഷിച്ചു അല്ലേ? ഇനിയിപ്പോൾ അതാ കാണുന്ന മാനുശല്യാണ്. ഇപ്പം ആന മാത്രമല്ല, അതാ കാണുന്ന പുള്ളി അയാളെ കൃഷിയാണ്. അയാൾ ഇപ്പം മാൻ കയറിയിട്ട് ഇതിന്ന് അതും ഒഴിവാക്കി. ഇപ്പം ഈ ഇതിനകത്ത് എത്ര വാഴ കളഞ്ഞിട്ടുണ്ട് മൊത്തം? അല്ല, വാഴ ഉണ്ടാവും കളഞ്ഞത്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 100-200 വാഴ കളഞ്ഞിട്ടുണ്ടാവും. അത് കാണുന്നത് അതൊക്കെ വേറെ, അതൊക്കെ അയാളെ കൃഷി തന്നെയാണ്. ഇത് മൊത്തം കളഞ്ഞാലേ? മൊത്തം കളഞ്ഞാണത്. ഒന്നും ബാക്കിയില്ല കേട്ടോ, വാഴ ഒന്നും ബാക്കി വാഴയില്ല. ഞാനിപ്പോൾ അയാൾ ഒഴിവാക്കി. ഇപ്പം ഇതിൽ പണിയെടുത്തിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് പോയിട്ടോ. അതുപോലെ തന്നെ ഒരു വാഴത്തോട്ടമാണ്. ഇപ്പം നോക്കി, ഈ ഒരു ഭാഗത്തൊന്നും ഒന്നുമില്ല. ഈ ഒരു ഭാഗം വരെയുള്ള കംപ്ലീറ്റ് തീർത്തു കേട്ടോ, കംപ്ലീറ്റ് തീർത്തു. എന്തായാലും പുല്ലും കളഞ്ഞല്ലേ? പുല്ല് മാനും ആനയും കാരണം പിന്നെ പറമ്പിലേക്ക് പശുവിനെ പുല്ല് നട്ടുപിടിപ്പിച്ച് വെച്ചിട്ട് അതും കളഞ്ഞു കേട്ടോ. എങ്ങനെയെങ്കിലും പശു എന്തെങ്കിലും നോക്കി അതിന് വരെ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇതുണ്ടോ, ഒരു പുല്ലൊന്നും ബാക്കിയില്ലല്ലേ? അല്ല, അവരൊക്കെ സ്വന്തം ഇപ്പം ഈ പണിക്കാരെല്ലാം സ്വന്തമായിട്ട് തന്നെ അധ്വാനിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അവരൊക്കെ. അതെ, ഒന്നും ഇല്ലാതാക്കി. CO3 പുല്ലല്ലേ ഇത്? CO3 പുല്ല്. ഇത് മൊത്തം CO3 പുല്ലുണ്ടായിരുന്ന സ്ഥലം. അതിൻ്റെ കമ്പ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി മൊത്തം അങ്ങനെ വന്ന് തീർത്തോണ്ട് മാനും ആനയൊക്കെ തീർത്തോണ്ടിരിക്കും കേട്ടോ. അതായത് കാട്ടിൽ ഇതിന് ഒരു സാധനം ഇല്ലെന്ന് തോന്നുന്നു. കാട്ടിലെ തേക്കും കൂപ്പാണ് ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വനമേഖല ഫോറസ്റ്റ് തേക്കും കൂപ്പാണ്. അതിൻ്റെ അകത്ത് ഇനി വേണ്ടായാലും ഒരു രക്ഷയില്ല. ഫുള്ള് സാധനങ്ങൾ നടമർത്തി കയറിയുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വല്ലാത്തൊരു വിഷമം തന്നെയെന്ന് പറയണം. ഞാനൊക്കെ ഇപ്പം ഇതായിട്ട് ഇപ്പം ഇങ്ങനെ കോഴിക്കോട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പണിക്ക് പോവുകയും ഇനി അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിക്കണം. ഇവിടെ ആണെങ്കിൽ ചിലപ്പം ആനയായിട്ടോ അല്ലെങ്കിൽ കടുവയായിട്ടോ പോകും. അതിനെ പേടിച്ചിട്ട് ഇപ്പം മാറി ഇപ്പം ഓരോ പണിക്ക് പുറത്ത് പോവുക. ജീവിക്കണമല്ലോ, എൻ്റെ മക്കളെയും പഠിപ്പിക്കണം, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയാണ് ചെയ്യും. എന്താ ചെയ്യുക എന്നത് പോലും ഇപ്പം അറിയാതെ ഇനിയിപ്പോൾ ആത്മഹത്യ വരെ ഇതാ പറഞ്ഞതിനൊന്നും നമുക്കൊന്നും മറുപടി പോലും പറയാനില്ല കേട്ടോ. കേട്ടോണ്ടിരിക്കാന്നല്ലാണ്ട് ഇത് കമ്പിയൊക്കെ അങ്ങനെ പൊട്ടി പോകുന്നാലേ? അതെ, അന്നേരം മാറ്റി വെച്ചോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത് മൊത്തം മാന് കളഞ്ഞാൽ? മൊത്തം മാന് കളഞ്ഞാണ്. ഇതിൽ ഫെൻസിങ് അടക്കം കൊടുത്തിരുന്നതാണ്. അത് കഴിഞ്ഞ് ചാടി കയറി അങ്ങ് അറ്റത്ത് നിൽക്കുന്ന വാഴയുടെ വലിപ്പം ആണ്ട വാഴയല്ലേ ഇതല്ല? കളഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ കാലിയായി പോയിട്ടോ. 10 രൂപ കിട്ടാനല്ല, എല്ലാം പോവാണ്. എന്തെങ്കിലും ചെയ്തിട്ടും കാര്യമില്ല. മുളക് മഴ തുടങ്ങി നല്ല കൈയായി. ഈ വാഴയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകട്ടെ. ഈ വാഴ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ഇത് പച്ചക്കറി കൃഷിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മുളകല്ലേ? അതും പോവല്ലേ? മുളകൊക്കെ മയിൽ തിന്നു അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ വന്ന് ഇറങ്ങും. ഈ വാലയൊക്കെ പൊട്ടിച്ചു കളഞ്ഞാലേ? മാനും പൊട്ടിക്കും, പിന്നെ പന്നിയും പൊട്ടിക്കും. ഇല്ലാത്ത അവസ്ഥ കേട്ടോ. ഈ ആളുകൾക്കൊക്കെ ആനമതിലൊക്കെ പണിത് വെക്കാൻ പറ്റും. ഇത്രയും ചെറിയ കൃഷി ചെയ്യാനായിട്ടൊക്കെ ഇവരൊക്കെ അങ്ങനെ ആനമതിൽ പണിത് വെക്കാൻ പറ്റുമല്ലോ. ഉള്ള രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫെൻസിങ്ങാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ ആനയും മറ്റ് ജീവികളൊക്കെ നശിപ്പിച്ച് കളയാട്ടോ. പറമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് ഈ റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ആ വാഴത്തോട്ടമൊക്കെ കാണാം കേട്ടോ. കറക്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ നിന്ന വാഴയാണ്. ഇതാ ഈ പ്രദേശത്തൊന്നുമില്ല, കാലിയാണ്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ആ കവുങ്ങന്തോട്ടമൊക്കെ കിടക്കുന്നത് കണ്ടോ. ഇവിടെയാണ് നമ്മളിപ്പോൾ പോയത്. നമ്മളതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് വന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ചേച്ചിയുടെ പറമ്പാട്ടോ. ഇതാണ് അവസ്ഥ. മരം കൊടുത്തപ്പോഴേ ഇതിങ്ങനെ വിറകിന് വേണ്ടിയിട്ട്
ഇങ്ങനെ കൂട്ടി വെച്ചതാ അത്. അല്ലേ ഇതൊക്കെ ആന കളഞ്ഞ ആന കളഞ്ഞ ഇതെല്ലാം ആന കളഞ്ഞാ. ഇതെന്തായാലും എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ വെട്ടി കളയില്ലാന്ന്. അവിടെ മൊത്തം ഇതായതാ, എന്നും വരും ശല്യമാണ്. അല്ലേ പറമ്പിൽ പോയി നോക്കിയാൽ ഒന്നും കാണാനില്ല. കാണാണ്ടാവില്ല, ചപ്പ് വീണാറിനെ അതിന്റെ മുകളിൽ ചാടി കിടക്കും. എടുക്കാനുള്ളതൊക്കെ എടുത്ത് കളഞ്ഞല്ലേ? ആ എടുത്ത് കളഞ്ഞ അതാണ്. അതെ വേറൊരു പറമ്പുണ്ട് അത് കാണിച്ചു. ഓരോ തോട്ടങ്ങളാട്ടെ കാണുന്നത്. ഇതുപോലെ അത്യാവശ്യം കയ്യിൽ പൈസയുള്ള ആളുകൾ ഇതേപോലെ സ്വന്തം പൈസ മുടക്കി ഫെൻസിങ് ഇടും. അത് കുറേയൊക്കെ കിട്ടും, ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ആന ഓടിച്ച് കളഞ്ഞേക്കുന്നതാണ്. അല്ലാത്തവർ ഇതൊന്നും ഇടാണ്ട് കിടക്കും, അവരുടെയൊക്കെ പറമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ കാട് പിടിച്ചോട്ടെ. ഇതൊക്കെ നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ്. കാപ്പി മാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം കൃഷിയും ചെയ്തുകൊണ്ടിരുന്ന പ്രദേശം കേട്ടോ. ഗേറ്റൊക്കെ ആന വളച്ച് കളഞ്ഞായിരിക്കും അല്ലേ? ആ ഇത് കളഞ്ഞു. അവിടെ ഞാൻ ഒരുത്തിനെ വിളിക്കാൻ വേണ്ടിയിരിക്കുന്ന കാണുമ്പോൾ അറിയാതെ ഇതൊക്കെ ആന നശിപ്പിച്ച് കളയുന്ന കേട്ടോ. സർവനാശം കേട്ടോ. ഉണ്ടോ ഇത്രയും ഫെൻസിങ്ങൊക്കെ ഇടാൻ എത്ര രൂപ പൈസ മുടക്കിയിട്ടുണ്ടാവുന്നു ആലോചിച്ച് നോക്കി. അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട ആളുകൾ കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് ഫെൻസിങ് പോലും ചെയ്യുന്നത്. ഫെൻസിങ്ങിൻ്റെ സ്ഥിതി ഇതാണ്. ഫെൻസിങ് ഇല്ലാത്ത ആളുകളുടെ പറമ്പിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ ചേട്ടാ? എന്നും ഉണ്ട്. താഴേന്നാ വരുന്നത് കൂടുതൽ? ഇവിടെ ഇതും പുറസാ, ഇതിൻ്റെ മുകളിലേക്ക് പുറസാ. ഓ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. ഇതാണ് ഇതിവിടെ ഇവര് ഒരു കല്ലൂരുള്ള ടീമാണ്. അവരിവിടെ വന്ന് സ്ഥിരം വന്ന് നിൽക്കാനൊന്നും കഴിയില്ല. അത് മൊത്തം കളഞ്ഞത് പറമ്പ് വെളുപ്പിച്ചല്ലേ? ആ പെട്ടെന്ന് നോക്കി അതേ കാണാനുള്ളൂ കേട്ടോ. ചാണകം പൈസ കൊടുത്ത് മേടിക്കേണ്ടാത്ത അവസ്ഥയില്ല. അതെ ഇതുണ്ടോ, ഇതെല്ലാം മൊത്തം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലോ, നല്ല ഇതുപോലെ ഉണ്ടായിരുന്നു കവുങ്ങുകൾ. ഫോറസ്റ്റ് ഇത് ഇനിയിപ്പം ബാക്കി ഉണ്ടാവില്ല. ഇതൊരു ആഴ്ച കൊണ്ട് അത് തീരും. ഈ വേനല് അത് കഴിയും. അതാണ് അവസ്ഥ. ഒരു പണിക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് നല്ലൊരു തോട്ടമായിരുന്നു, കാപ്പിയും ഇതെല്ലാം ഇതായിട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഇനി ഫോറസ്റ്റാ. ഇതിലായിരിക്കും കയറി പോകുന്നല്ലേ? വഴി കാണാം. ഇത് എല്ലാ വഴിക്കും വരും. ഏതിലാ എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ കറണ്ട് കൊടുക്കുന്നുണ്ടാവില്ലല്ലേ? ഇല്ല, ഇപ്പം ഇല്ല. എല്ലാം ചവിട്ടി പൊളിച്ച് ഇതായില്ലേ. ഇത് മൊത്തം നല്ല ഒരു തോട്ടായിരുന്നു. കവുങ്ങ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തോട്ടായിരുന്നു. കാണിച്ചു തരാം അങ്ങോട്ട് വരെ. ഇവിടെ ഷെഡൊക്കെ വെച്ച് അവർ ഉണ്ടായിരുന്ന. ഇപ്പം ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല, ധൈര്യമായിട്ട് വന്ന് നിൽക്കാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. ഈ പറമ്പിൻ്റെ അങ്ങേ സൈഡ് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. ഇത് മൊത്തം കളഞ്ഞല്ലേ? ഇതെല്ലാം മൊത്തം കളഞ്ഞല്ലേ. ഇത് ആദ്യം കുറേ കളഞ്ഞ്, പിന്നെ ഇപ്പോൾ അടുത്ത് വന്ന് ഇങ്ങനെ കളഞ്ഞാൽ അതൊക്കെ. ഇത് അതുപോലെ തന്നെ അല്ലേ? അത് അതിൻ്റെ അപ്പുറം ഫോറസ്റ്റാണ്, തൊട്ട് ഫോറസ്റ്റായി. പകലാനെ ഉണ്ടാവോ? പകലൊന്നും അങ്ങനെ കാണുന്നില്ല. തീർത്തോട്ടോ. ആൾക്കാരും വരാതെ ആയിക്കൊണ്ട് തീർക്കോട്ടെ കംപ്ലീറ്റ്. വടക്കനാടിൻ്റെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം പൊട്ടിച്ച് ചവിട്ടി ഞൂറുങ്ങി. നല്ല സുഖമല്ലേ? ഇവിടെ ഒന്നും ഒരു ആരെയും ശല്യപ്പെടുത്താനും ഇല്ലല്ലോ. ഇതുപോലെ തിങ്ങി കവുങ്ങ് നിന്ന പ്രദേശമാണ് ഇപ്പോൾ. ഇവിടെ കാര്യമായിട്ടോ അവിടെ ഒന്നുമില്ല. കണ്ടവാൻ ആനപ്പിണ്ടുണ്ട്, അതുകൊണ്ട് സ്ഥിരം വരുന്നുണ്ടെന്നുള്ളത്. വടക്കനാടിൻ്റെ അവസ്ഥ ഇതല്ലേ? വടക്കനാടിൻ്റെ അവസ്ഥ ഇതാണ്. എങ്ങനെ ജീവിക്കുന്നുള്ളതാണ് ഇനിയിപ്പോൾ പേടിയാ. എങ്ങനെ ഒന്നും ചത്ത് കിട്ടിയാൽ മതി. പക്ഷേ നമ്മളെ മക്കളെ ഇത് വെച്ചിട്ട് നമുക്ക് അതിനും ധൈര്യം വരുന്നില്ല. മക്കളെ ഒന്ന് പഠിപ്പിച്ച് ഒരു ചെറിയൊരു എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു.
അപ്പോഴേക്കും ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോലും ഇനിയിപ്പോൾ ഒരു 5 പൈസേൻ്റെ ഒരു ഇത് കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയൊക്കെയാണ് വരിക. അപ്പോൾ ഈ ആദായം പോയി പിന്നെ ഇവിടെ ഈ കൂലിപ്പണി എടുത്തിട്ട് അന്ന് പകലും ജീവിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ ഒന്നും കിട്ടാനോ അല്ലെങ്കിൽ ഒരു മക്കൾക്ക് ഒരു കല്യാണമോ ഒരു നല്ലൊരു ഇതിലൊന്നും ചെയ്യാൻ കഴിയൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അവസ്ഥ അതാണ്. എല്ലാവരും ഈ നാട്ടിലെ തന്നെ മൊത്തത്തിൽ എല്ലാവരും ജീവിതം ഇതാണ്. ഒരു നല്ലൊരു ഭാവി ഇനി കിട്ടില്ല. വടക്കനാട് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എന്താ ചെയ്യൽ? ഇതിന് ഒരു ശാശ്വത പരിഹാരം സർക്കാർ ചെയ്താലേ പറ്റൂ. ഇത് കുറച്ച് ആയി, ഒരു 1-2 മാസമായി ആന വെട്ടിയതിൻ്റെ പാടാത്. ഈ പാട കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞ് മൊത്തം കളഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് നമ്മളെ വീട്, ഇത്രയും അടുത്ത്. ഇനി അപ്പുറം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സംഭവം എന്താണെന്നുള്ളത്. ഇവിടെ വാഴ ഉണ്ടായിരുന്നു അല്ലേ? ആ വാഴ ഉണ്ടായിരുന്നു, അതിൽ വാഴ ഉണ്ടായിരുന്നു, അത് മൊത്തം പോയി. എന്താ ചെയ്യുക? ഒരു മുറ്റത്തേക്ക് വന്നു. ആ മുറ്റത്ത് ഇവിടെ വന്ന് വാഴ ഇതേ തെങ്ങ് ഒക്കെ പറിച്ച് ചെയ്ത ആ തെങ്ങ് പോയി. ആ തെങ്ങ് ആന കുറച്ചാ അതൊരു തെങ്ങില്ലേ ചെറുത്, അത് നല്ലൊരു തെങ്ങായിരുന്നു, ഇതുപോലെ ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അവിടെ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇതാ ഈ തെങ്ങിന് മറിച്ച് അവിടെ മുകളിൽ ഇതാ വാഴ ഉണ്ടായിരുന്നു. ആ വാഴയൊക്കെ മൊത്തം തീർത്ത് അതാ കാണുന്നില്ലേ, ആ വാഴയൊക്കെ ഈ അടുത്ത ദിവസം വന്നിട്ട് തീർത്ത അത്. പിന്നെ ഇതിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഞാൻ അറിഞ്ഞു ആ വാഴ കളഞ്ഞിട്ട് അറിയുന്നില്ല. അപ്പോൾ ഈ തെങ്ങ് പിടിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വേഗം ഓടി വന്ന് അപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി. ഞാനും മോളുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആന നേരെ അങ്ങോട്ട് വന്നു. പക്ഷേ ഞാൻ ടോർച്ച് ഉള്ളതുകൊണ്ട് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ മാറി, വേഗം ആന മാറി. അത് അവിടെ ഒരു ഇതൊക്കെ ഈ അടുത്ത ദിവസം വന്ന് ചെയ്ത. എങ്ങനെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് നാളെ ഇത് ഒടിച്ച് പോയാ ഒടിച്ച്. ചക്കയൊക്കെ എങ്ങനെ ബാക്കിയായി? ചക്കയൊക്കെ വെട്ടി കളയാ. അതെങ്ങനെയാണെന്ന് അറിയില്ല, അത് കണ്ടില്ലെന്ന് തോന്നുന്നു. എങ്ങനെ ജീവിക്കും? വീട്ടിൽ പോലും ഒന്ന് കിടക്കാൻ പേടിയാണ് ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. രാത്രിയിൽ എവിടെയെങ്കിലും പോയി ടൗണിൽ പോയി വരാനോ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇനി കടുവ വരുമോ ആന വരുമോ ഒന്നും പറയാൻ പറ്റില്ല. എത്തി ജീവൻ കിട്ടി. അത് അത്രയും ഒരു ഇതിലേ ഉള്ളൂ. വീട്ടിൽ വരുമ്പോഴായിരിക്കും പറമ്പിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവൻ കളയുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ചെയ്യാന്നുള്ളത്, ചാകാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ജന്മം തന്നുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയും കഷ്ടപ്പെടണം, ആണെങ്കിലും ജീവിക്കുക, മക്കളെ നോക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെയൊക്കെ ഇത് ലക്ഷ്യം. പക്ഷേ അതിനൊന്നും കിട്ടുമെന്നും തോന്നുന്നില്ല. മക്കളെ നോക്കാനൊന്നും ഇനിയിപ്പോൾ ഒരിക്കലും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ മക്കൾ തന്നെ ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നോ നമ്മൾ പോകുമെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വടക്കണ്ണനെ സംബന്ധിച്ച്. എല്ലാവരെയും, എൻ്റെ മാത്രമല്ല ഈ നാട്ടിലെ മൊത്തം ഉള്ളൊരവസ്ഥ ഭീകരം കേട്ടോ. ഓരോ ദിവസം ഞാൻ ഇതിന് മുന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലം കാണുമ്പോഴും ഇതാണ് കണ്ടതിൽ ഏറ്റവും കൂടുതൽ എന്നുള്ള ഇതാണ് വന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ ഇത്രയും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതിങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഈ ആന കൃഷി നശിപ്പിക്കുന്നതിൻ്റെ ഗ്രേഡ് അളവും ഒക്കെ കൂടിക്കൂടി വരുവാണ്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടാണ് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് 10-20 വർഷമായ കവുങ്ങുകൾ എത്ര എണ്ണം കളഞ്ഞിട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടാണ്. ഒരു തോട്ടത്തിലെ ഒരു 60-70% വാഴ കംപ്ലീറ്റ് കളഞ്ഞിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ ഇപ്പുറത്ത് വേറൊരു തോട്ടത്തിൽ വാഴയും മുളകും ഒക്കെ മാൻ നശിപ്പിച്ചിട്ടിരിക്കുന്ന രംഗങ്ങൾ കണ്ടു. പല പറമ്പിലെ കൃഷി നശിപ്പിച്ചിരിക്കുന്നതൊക്കെ കണ്ടു. ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വടക്കനാട് പ്രദേശത്തെ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ കാണിക്കാനുള്ളത്. ഇവരൊക്കെ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇവർക്ക് എന്താ പറയുക, ഇവർ ഇങ്ങനെ നമ്മളെയൊക്കെ വിളിച്ചിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള പരിഗണന ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ കറക്റ്റായിട്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെടാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാത്തതുകൊണ്ട്, ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള മീഡിയാസിനെയും ചാനൽ പ്രവർത്തകരെയൊക്കെ വിളിച്ച് ഇവരിങ്ങനെ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത്, ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വിചാരിച്ചാൽ ഇതിനുള്ള ഒരു പരിഹാരമൊക്കെ ഒരു പരിധി വരെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. പക്ഷേ അതൊന്നുമല്ല. അതുമാത്രമല്ല, വന്യമൃഗ നിയമങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് റൂൾസും ലോസും ഒക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആ ചേട്ടൻ്റെ പറഞ്ഞ കാര്യമൊക്കെ കേട്ടു. ഇനി തന്നെ ഇത് എത്ര നാളൊക്കെ ഇവർ ജീവിക്കുമെന്ന് പോലും അവർക്ക്
അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ. അതായത് ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.